ഈശോ മിശിഹായുടെ ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവം പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തോടെ ആശംസിക്കുന്നു. ഈശോ നൽകുന്ന ഈ സന്തോഷവും സമാധാനവും കൃപയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ അവസാന നിമിഷം മാർച്ച് മാസം 2-ാം തീയതി പിതൃത്വ ആചരിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങിയത് ഏപ്രിൽ മാസം 20-ാം തീയതി അവസാനിക്കുമ്പോൾ നമ്മൾ കലണ്ടറിൽ കുറിച്ചത്, നമ്മുടെ കൈവിരലുകളിൽ എണ്ണിയതും നമ്മുടെ കണ്ണുകൾ നോക്കി ദർശിച്ചതുമായ 50 ദിനങ്ങൾ പൂർത്തിയാകുന്ന മനോഹരമായ ദിനമാണ് ഈ ഈസ്റ്ററിൻ്റെ പുലരിയിൽ നമ്മൾ അനുഭവിക്കുക. ഈശോ നമ്മളെ വിളിക്കുന്നതും ഈ 50 ദിനത്തെ യാത്രയിലൂടെ ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും ധ്യാനിക്കാനും അത് ചിന്തിക്കാനും അത് ജീവിക്കുവാനും നമ്മളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം, താൻ മരണത്തെ തോൽപ്പിച്ച് മരണത്തോട് ഇനി ഇതിന്മേൽ അധികാരമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് പ്രത്യാശ നമുക്ക് നൽകിക്കൊണ്ട് പ്രത്യാശയോടെ ജീവിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തി പാപത്തിന്മേലും പാപത്തിന്റെ ആധിപത്യത്തിന്മേലും പാപത്തിൽ വീണ് നശിച്ച ജനതയ്ക്ക് പാപമോചനം നൽകിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് വിജയിച്ച് വിജയ ശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നോക്കി ജീവിക്കേണ്ടവരാണെന്ന്, അതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യാശയെന്ന്, ആ പ്രത്യാശയിൽ ജീവിക്കേണ്ടവരാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ നിന്നും ദൈവത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതിൽ ആദ്യത്തെ വാക്യം മനഃപ്പാഠമാക്കാം, അത് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കണം. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള ശക്തമായ വചനം. പ്രത്യാശയോടെ നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ പ്രത്യാശ ക്രിസ്തു തരുന്ന പ്രത്യാശ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകും. ചുമ്മാ പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിക്കാൻ തോന്നണം, അല്ലെ? ജീവിക്കാൻ തോന്നണമെങ്കിൽ ജീവിതത്തിൽ എന്ത് വേണം? ജീവിതത്തിൽ സന്തോഷം വേണം, അല്ലെ? 3 പ്രാവശ്യം പരീക്ഷ എഴുതിയ ആള് ഇനി 3-ാം പ്രാവശ്യം പൊട്ടി 4-ാം പ്രാവശ്യവും ജയിക്കാൻ പോവുകയാണെന്നുള്ള പ്രത്യാശ. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവൻ വലയെറിഞ്ഞ് കൂടുതൽ മത്സ്യങ്ങൾ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിരാശനാകാതെ എറിഞ്ഞ വലകൾ പിന്നെയും കഴുകി എറിയാൻ തയ്യാറാകുമ്പോൾ കൂടുതൽ മത്സ്യങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അവൻ വല വീശുമ്പോൾ അവന് കൂടുതൽ കിട്ടുന്നത് അവന്റെ പ്രത്യാശ അനുസരിച്ചാണ്. അതിനെന്ത് വേണം? നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം, ജീവിതത്തിൽ തീഷ്ണത വേണം, ജീവിക്കാനുള്ള ഒരു തോന്നൽ വേണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജീവിക്കാൻ ഒരു തോന്നൽ വേണം. ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അത് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടോ ആകുന്നില്ലേ? അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാകേണ്ട ഒരു വലിയ കാര്യം സമാധാനം ഉണ്ടാകണം. അതാണ് ഇന്നത്തെ ലിറ്റർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, സമാധാനം ഉണ്ടാകണം. നമ്മൾ ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. സംസ്കരിക്കപ്പെട്ടു. ഒരു മാന്യമായ സംസ്കാരം ഈശോയ്ക്ക് കിട്ടിയതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നു. കാരണം
നമുക്കറിയാം അതിന്റെ പശ്ചാത്തലത്തിലേക്ക്, അതിന്റെ ചരിത്രത്തിലേക്കുമൊക്കെ കടന്നു പോകുമ്പോൾ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നീചമായിട്ടുള്ള ഒന്നായിരുന്നു കുരിശുമരണം. ആ കുരിശുമരണം സ്വീകരിക്കുന്ന വ്യക്തികളെയൊക്കെ ഒരിക്കൽ പോലും നല്ല രീതിയിൽ സംസ്കരിച്ചിട്ടില്ലായിരുന്നു. അവരെയൊക്കെ താഴ്വാരങ്ങളിലേക്ക് എടുത്ത് എറിയുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈശോയ്ക്ക് കൃത്യമായി ഒരു നല്ല ശവസംസ്കാര ശുശ്രൂഷ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈശോ ഈ ശവസംസ്കാര ശുശ്രൂഷ സ്വീകരിക്കാൻ കാരണം ഈശോ നേരത്തെ മുൻകൂട്ടി ഒരുങ്ങിയിരുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ ഈ കുരിശുമരണം ഏറ്റെടുക്കാൻ വേണ്ടി മുൻകൂട്ടി നേരത്തെ ഒരുങ്ങിയിരുന്നു, തന്റെ ശിഷ്യന്മാരെ ഒരുക്കിയിരുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവൻ തന്റെ ശിഷ്യന്മാരെ മുൻകൂട്ടി ഒരുക്കിയിരുന്നു, താൻ ഒരുങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഈശോ ഈ കുരിശുമരണം ഏറ്റെടുക്കുകയും അവന് നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ ലഭിക്കുകയും ചെയ്യുന്നത്. അതിന് കാരണക്കാരനായി തീരുന്നത് അരിമത്ഥ്യക്കാരൻ ജോസഫും നിക്കോദേമോസുമാണ്. അവർ രണ്ടുപേരും പീലാത്തോസിന് മുൻപ് ചെന്ന് പറയുന്നുണ്ട്, അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി അവനെ സംസ്കരിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞ് അവനെ ഈ അരിമത്ഥ്യക്കാരൻ ജോസഫിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും അവിടെ നിന്ന് അവൻ 3-ാം നാൾ പറഞ്ഞിരുന്നത് പോലെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ആ ഒരു വലിയ സത്യമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്നതും. അവൻ സംസ്കരിക്കപ്പെട്ടു, അവൻ അടക്കപ്പെട്ടു. അപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടെ ആരാണ് ഓടിച്ചെല്ലുന്നത്? മഗ്ദലേന മറിയവും മറ്റേ മറിയവും രാവിലെ അവിടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണാം എന്നുള്ള ബോധ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നില്ല. അപ്പോൾ ഈശോയെ സംസ്കരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു സ്ത്രീ മറിയം വന്ന് അവന്റെ കാലിൽ നാട്ടിൻ തൈലം ഒഴിച്ച് അവന്റെ പാദത്തിൽ കഴുകി അവനെ ചുംബിക്കുന്നത്. 300 ദനാറ വിലയുള്ള ഈ നാട്ടിൻ തൈലമാണ് അവിടെ അവൻ വെക്കുക. അപ്പോൾ യൂദാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്നാണ്. പക്ഷെ അവന് ദരിദ്രരോട് അനുകമ്പ ഉണ്ടായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവൻ കള്ളനായിരുന്നത് കൊണ്ടും പണം തട്ടിയെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടുമാണ് എന്ന് കൃത്യമായി വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 7-ാമത്തെ വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവളെ തടയണ്ട, അവൾ അത് ചെയ്യട്ടെ, അതെന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് കുരിശുമരണം സ്വീകരിച്ച് അല്ലെങ്കിൽ അടക്കം ചെയ്ത് കഴിയുമ്പോൾ 2 തുണികൾ കൊണ്ട് ഈശോയെ പൊതിയുമായിരുന്നു, മരിച്ച ആളുകളെ പൊതിയുമായിരുന്നു. ഒന്ന് കാല് മുതൽ മുകള് വരെയും തല മുതൽ അത് പകുതി വരെയും ഇങ്ങനെ 2 തുണികൾ കൊണ്ട് മുറിയും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് കല്ലറയ്ക്കുള്ളിൽ 2 തുണിക്കഷ്ണങ്ങൾ ഒന്ന് ചുരുട്ടിയും അല്ലാണ്ടും അവിടെ കിടന്നിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ഈശോ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ. അപ്പോൾ ഈ അരിമത്ഥ്യക്കാരൻ ജോസഫിനും നിക്കോദേമോസിനും കറക്റ്റ് സമയത്ത് ഈ സുഗന്ധദ്രവ്യങ്ങളൊന്നും കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അതിന് മുൻപേ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ലൂക്കായുടെ സുവിശേഷം 9:51 നമ്മൾ ഓർമ്മപ്പെടുത്തണം, മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ചാണ് ഈ കുരിശുമരണം ഏറ്റെടുത്തതും 3-ാം നാളിന് വേണ്ടി കാത്തിരുന്നതും ഉയർത്തെഴുന്നേറ്റതും. അപ്പം ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് ഇത് നടക്കുമെന്നും കല്ലറയിൽ നിന്ന് അവൻ പുറത്തു വരുമെന്നും ശൂന്യമായ കല്ലറ നമുക്ക് കൂടുതൽ പ്രത്യാശ നൽകും, അവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ അടയാളമാണെന്നും അത് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇന്നത്തെ തിരുവചനങ്ങളും അതുപോലെ ഇന്നത്തെ ലിറ്റർജികളും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്കും ഈ ഒരു ചിന്തയിലേക്ക് കടന്നു വരാം. ക്രിസ്തുവിന്റെ ഉദ്ധാനം നമുക്ക് പ്രത്യാശയുടെ തിരുനാളാണ്, പ്രതീക്ഷയുടെ തിരുനാളാണ്. തളരേണ്ടവരല്ല, കൂടുതൽ ഉത്സാഹിക്കേണ്ടവരും തീഷ്ണതയോടെ പെരുമാറേണ്ടവരുമാണ്. അതിൽ നമുക്ക് വേണ്ടത് എന്താണ്? സമാധാനം വേണം. ക്രിസ്തു നൽകുന്ന സമാധാനം സ്വീകരിച്ചുകൊണ്ട് നാം നമ്മുടെ ക്രൈസ്തവ ജീവിതം ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ കുർബാനയിലും പുരോഹിതൻ തിരിഞ്ഞു നിന്ന് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് ആശംസിക്കുന്നു. അത് തന്നെയല്ല, നമ്മൾ ഇവിടുന്ന് തന്നെ
സമാധാന ശുശ്രൂഷ നമ്മൾ നടത്തുന്നുണ്ട്. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പരസ്പരം സമാധാനം കൊടുക്കുന്നുണ്ട്. പുരോഹിതൻ സുവിശേഷവുമായി കടന്നു വന്ന് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് നിങ്ങളെ കുരിശു വരച്ച് സമാധാനം ആശംസിക്കുന്നു. ഇത് ആര് തരുന്ന സമാധാനമാണ്? ക്രിസ്തു തരുന്ന സമാധാനമാണ്. ഈ ക്രിസ്തു തരുന്ന സമാധാനം ഞാനും നിങ്ങളും സ്വന്തമാക്കാതിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും സമാധാനം സ്വീകരിക്കാതെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും സമാധാനം ഇല്ലാതായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് എന്താണ്? എൻ്റെ അടുത്തിരിക്കുന്നവർക്കും എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കും ഞാൻ സമാധാനം കൊടുക്കുന്നവരാകണം. അങ്ങനെ കൊടുത്താൽ മാത്രമാണ് ഈ സമാധാനത്തിൽ ജീവിക്കാൻ തരും. ഈ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ആ വലിയ സന്തോഷവും കൃപയും സ്വന്തമാക്കി നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് മടങ്ങാം. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉദ്ധിതനായ ക്രിസ്തു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.